മാന്യമായ രീതിയിൽ ഭരിച്ചില്ലെങ്കിൽ ഇതുപോലെ വീട്ടിൽ പോയിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇനിയും വരും. മാറിക്കൊടുക്കുന്നത് പാർട്ടി ബലത്തിൽ നന്നായിരിക്കും. സതീശൻ സാർ പറയും പോലെ ഓടുന്ന വണ്ടി കിടന്ന് ഓടിയ വല്ലതും നടക്കുക. അവര് ഈ ഓട്ടം നിർത്തി വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. മാറ്റം പാർട്ടിയല്ലേ തീരുമാനം. ഇനിയിപ്പോൾ വെളിയിൽ നിന്ന് നമ്മളെന്ത് അഭിപ്രായം പറഞ്ഞാലും പാർട്ടി തീരുമാനം. അല്ല, ഈ തോൽവിയുടെ ആളുകളെ മാറ്റമല്ല, ഇവരെടുത്ത നയത്തിന്റെ പ്രശ്നമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റിന്റെ മേൽക്കൈ നേടിക്കൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വന്നു. ആ നിമിഷം 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF 35 സീറ്റിലേക്ക് ഒതുങ്ങിയ ആ നിമിഷം മുതൽ ഈ തോൽവിയുടെ ഭാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തിലെ വിവിധ ആളുകളും സമൂഹത്തിലെ പല തട്ടിൽ നിന്നും ഉയരുന്ന ഒരു വിവാദപരമായ ഒരു പരാമർശമാണ് ഈ തോൽവിയുടെ ഭാരം MV ഗോവിന്ദനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമാണ് എന്ന രീതിയിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ തോൽവിയുടെ കാരണം പരിശോധിക്കുന്നതിന് പകരം രണ്ടുപേരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇതാണോ ശരി? ഈ തോൽവിയുടെ ഉത്തരവാദിത്തം രണ്ടുപേർക്കാണോ അതോ പാർട്ടിക്ക് മൊത്തമായിട്ടുണ്ടോ? തലമുറ മാറ്റത്തിന് വേണ്ട അഭിപ്രായങ്ങൾ ജനങ്ങൾ എങ്ങനെ കാണുന്നു? ജനങ്ങൾക്ക് അത്തരമൊരു അഭിപ്രായമുണ്ടോ? ചേട്ടൻ്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറേണ്ടതോ MV ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടതായിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ 10 വർഷം നമ്മളെ കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ സഖാവ്, അതുപോലെ ഗോവിന്ദനും. അപ്പം ഇതിൻ്റെ പിന്നിൽ എത്രയോ വലിയ വലിയ നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഒന്ന് മാറിക്കൊടുക്കുന്നത് പാർട്ടി ബലത്തിൽ നന്നായിരിക്കും. MV ഗോവിന്ദൻ മാറി നിൽക്കണം. മാറി നിന്നിട്ട് മറ്റൊരാളിനെ കൊണ്ടുവിടെ വയ്ക്കുക. എത്രയോ ഉന്നതന്മാരെ നേതാക്കൾ ഇതിനകത്തുണ്ട് സാറേ, ഉണ്ടല്ലോ. അപ്പം മാറി കൊടുക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ, ഞാനൊരു 10-15 വർഷം കൂടി പിടിച്ചവനാണ് ഇടതുപക്ഷത്തിന് വേണ്ടി. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒന്ന് മാറി വരിക, മാറ്റം വേണം അതല്ല പ്രതിപക്ഷത്തിൽ. തീർച്ചയായും മാറ്റം അനിവാര്യമാണ്. അനിവാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വരും തലമുറകൾക്കും വരും പാർട്ടിയിലെ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് സഹപ്രവർത്തകരൊക്കെ ഉണ്ട് ഈ പാർട്ടിയിൽ തന്നെ. അവർക്കൊക്കെ അവസരം കൊടുക്കണം. പുതിയ ആൾക്കാർ വരണം. സതീശൻ സാർ പറയും പോലെ ഓടുന്ന വണ്ടി കിടന്ന് ഓടിയ വല്ലതും നടക്കുക. അവര് ഈ ഓട്ടം നിർത്തി വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. എനിക്കങ്ങനെ അഭിപ്രായം ഇല്ല, മാറേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, അത് അവരുടെ പാർട്ടിയല്ലേ തീരുമാനിക്കും. നമ്മളെല്ലാം അങ്ങനെ പൊതു അഭിപ്രായം ഒന്നും അവരെ പാർട്ടി തീരുമാനം. ഈ ഒരു ഇങ്ങനെ തോൽവി ഉണ്ടായത് അതൊരു സ്വാഭാവികമാണോ? അതിനുവേണ്ടി പാർട്ടിയുടെ രണ്ടുപേരുടെ മാത്രം തലയിൽ ആ പഹാരം കെട്ടിവെക്കുന്നത് തെറ്റാണ്, അങ്ങനെയാണോ? അത് എല്ലാവരും ജനങ്ങൾക്ക് ഇഷ്ടമായ രീതിയിലുള്ള പെരുമാറ്റത്തിൽ വന്നൊരു വിരോധമാണ്. അതായിരിക്കും അതിൻ്റെ കാരണം. മാറ്റം പാർട്ടിയല്ലേ തീരുമാനം. ഇനിയിപ്പോൾ വെളിയിൽ നിന്ന് നമ്മളെന്ത് അഭിപ്രായം പറഞ്ഞാലും പാർട്ടി തീരുമാനം. അല്ല, ഈ തോൽവിയുടെ ആളുകളെ മാറ്റമല്ല, ഇവരെടുത്ത നയത്തിന്റെ പ്രശ്നമാണ്. ഒരു വലിയ നയം, ഒരു 10 വർഷമായി ഒരു ഏകാധിപത്യത്തിൻ്റെ സ്വഭാവം വന്നു. അതിനേക്കാൾ ഉപരി കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടത്തി എന്നുള്ളതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. അത് ഇവിടുത്തെ ആ ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഇവിടുത്തെ മതമുള്ളവൻ, മതമില്ലാത്തവൻ എല്ലാം അതിൽ നിന്നു. ഇവിടെ അവരുടെ പാർട്ടിയോടുള്ള പ്രശ്നമൊന്നുമല്ല അത്. ഇവിടെ ഈ പോക്ക് ശരിയല്ല എന്നുള്ള ഒരു സംഗതി ഇവിടെ വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു UDFൻ്റെ മാത്രം വിജയമൊന്നുമല്ല, ഇത് ജനങ്ങൾ തീരുമാനിച്ചതാണ്. ഇത്തരത്തിലുള്ള പ്രവണതയ്ക്ക് കേരളം കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതികാരമാണ് അവർ ചെയ്തത്. അതിൻ്റെ പ്രതികരണമാണ് അത് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി പ്രതിഫലിച്ചു എന്നുള്ളതാണ് സത്യം. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ UDF മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ, ആശയങ്ങൾ, ഭരണപര രംഗത്തുള്ള വിഷയങ്ങൾ അതും പ്രതിഫലിച്ച് ജനങ്ങൾ ഏറ്റെടുത്തു. നേതൃമാറ്റം എന്നത് ഉദിക്കുന്നില്ല, നയം മാറ്റമാണ് ആവശ്യം. നയം മാറ്റമാണ് ആവശ്യം. നേതൃമാറ്റത്തിൽ ഇവർ പറയുന്ന നയങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ഇതിലൊക്കെ കുറേ അബദ്ധങ്ങൾ പറയുകയാണല്ലോ. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കല്ലേ, പഴയ പോലെയല്ലല്ലോ. ജനങ്ങളെല്ലാം ഇത് വായിച്ചും അറിഞ്ഞും ഒക്കെ വിവരമുള്ള ആളുകളല്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ തികച്ചും ഒരു നേതൃനിരയിൽ ഇരുന്നു കൊണ്ടുള്ള അവരുടെ പിടിപ്പുകേടല്ല, അവരുടെ നയത്തിൽ വന്നിട്ടുള്ള സമീപനം. ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വന്നത് വർഗീയതയാണ്. ഈ വർഗീയത പരത്തുന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് ഈ വർഗീയതയുടെ കേരളത്തിൽ വിലപ്പോകില്ല എന്നുള്ളത് ജനങ്ങൾ കാണിച്ചു കൊടുത്തു. അതാണ്.
10 വർഷം അവരുടെ ഭരണം അത്ര മികവുറ്റതായതുകൊണ്ടാണ് കേരള ജനത 102 സീറ്റ് നൽകി ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലേറിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാന്യമായ രീതിയിൽ ഭരിച്ചില്ലെങ്കിൽ ഇതുപോലെ വീട്ടിൽ പോയിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇനിയും വരും. അപ്പോൾ അവരാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ 102 സീറ്റ് തന്നതിൽ വോട്ട് ചെയ്തവരിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരും നല്ല സഹാക്കളും ഉണ്ട് എന്നതാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയാണ്. അപ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഒരു വിജയമാണ് UDF ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സുധാകരൻ സാറിനെ പോലെയുള്ള ഒരാളെ ഇപ്പം സ്പീക്കറാക്കി ഇരുത്തി അല്ലേ, ആദ്യത്തെ ഒരു സ്പീക്കറായി വന്നില്ലേ സ്വാഭാവികമായിട്ടും. അപ്പം അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. പ്രത്യേകിച്ച് അമ്പലപ്പുഴയുടെയൊക്കെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ പേര് നോക്കി വോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ മാന്യതയുള്ള അല്ലെങ്കിൽ ഹൃദയത്തിൽ ചെങ്കൊടി ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരാൾക്കും ഇന്ന് കമ്മ്യൂണിസത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അല്ലേ. അപ്പം ഇടതുപക്ഷ രാഷ്ട്രീയം നല്ല രീതിയിൽ പോയില്ലെങ്കിൽ കേരളത്തിൽ നിന്നല്ല പൂർണ്ണമായി അത് ഇല്ലാതാവും. അപ്പോൾ ഇനി അവർ ചിന്തിക്കട്ടെ, കാരണം അവരും ഉണ്ടാവണം അല്ലെ, എല്ലാവരും ചേർന്നതല്ലേ രാഷ്ട്രീയം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയും ആഗ്രഹിക്കുന്ന അവരും വരണം. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം. ഇന്നിപ്പം നിയമസഭ കഴിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ പോയപ്പോൾ, എന്തിന് മുഖ്യമന്ത്രിയുടെ വാഹനം പോയപ്പോൾ ഒരു 2-3 സെക്കൻഡാണ് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത്. വാഹന വ്യൂഹം പോലും 3-4 അങ്ങനേ ഉള്ളൂ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അങ്ങനെ ഒരു ഭരണാധികാരി ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, സെക്രട്ടേറിയറ്റ് പരിസരത്തെ സാധാരണ ജനങ്ങൾക്ക് കച്ചവടം പോലും കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ഇവിടെ വരാൻ പറ്റുമോ? ഒരു സാധാരണക്കാരനെ അകത്ത് കയറ്റി വിടുമോ? അതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കോൺഗ്രസ് എന്തായാലും തീർച്ചയായിട്ടും ഈ 102 സീറ്റ് ജനങ്ങൾ തന്നെ അത് പരിപൂർണമായി ജനങ്ങൾക്ക് തന്നെ കൊടുത്ത് ജനങ്ങളാണ് യഥാർത്ഥ ഭരണാധികാരി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരുടെ ഭരണത്തിലുള്ള കാര്യങ്ങളും അല്ല, അതൊക്കെ അവരുടെ ആധികാരികമായ ചർച്ചകൾ അവരുടെ ഉള്ളിൽ നിന്ന് വരേണ്ട രാഷ്ട്രീയമാണ്. അവരാലോചിച്ച് ചിന്തിക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് ആ 102 സീറ്റ്. അതിനപ്പുറം ഒരു ഉത്തരം വേറെ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോൽവിയുടെ ഭാരം 1-2 പേർക്കല്ല, ശരിക്കും അവരുടെ നയത്തിന് വന്ന ഒരു മാറ്റം, അതിൽ നിന്നിൻ്റെ തിരിച്ചടിയാണ്, അങ്ങനെയുള്ള പെരുമാറ്റത്തിൽ നിന്നുള്ള സമീപനത്തിൽ നിന്നുള്ള അതിൻ്റെ തിരിച്ചടിയാണ് ഈ ഇപ്പോൾ ജനങ്ങൾ കൊടുത്തത് എന്നതാണോ അഭിപ്രായം? രാഷ്ട്രീയപരമായിട്ട് പറയുന്നത് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ രാഷ്ട്രീയ ചർച്ചകളിൽ നമ്മൾ ആധികാരികമായി പറയുന്നത് ശരിയല്ല. എന്നിരുന്നാലും ജനങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നത് തന്നെയാണ്. ഇതല്ല യഥാർത്ഥ സഖാവ് എന്നുള്ള ഒരു ഉത്തരമാണ് ഈ 102 സീറ്റ് കോൺഗ്രസിന്. ഞാനത് വീണ്ടും പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരടക്കം വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോയത്. നല്ല കമ്മ്യൂണിസ്റ്റുകൾ വിജയിച്ചു എന്ന് തന്നെയാണ് കുഞ്ഞകൃഷ്ണനെയും ഇദ്ദേഹത്തെയും സുധാകരൻ സാറിനെയൊക്കെ നോക്കിയിട്ട് സഹോദരനൊക്കെ നോക്കിയിട്ട് ആൾ പറയുന്നത്. തീർച്ചയായിട്ടും എത്ര പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ, അതായത് കമ്മ്യൂണിസ്റ്റുകാരായ എത്രയോ നല്ല സഖാക്കളാണ് ഇന്ന് ഇവിടെ ജനങ്ങൾ ജയിപ്പിച്ചത്. അത്തരമുള്ള ആളുകളെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. അത് ഇനി നാട്ടിൽ ഉണ്ടാവും. അങ്ങനെയുള്ള സഖാക്കളെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. തലമാറിയിട്ട് കാര്യമില്ല, നയം മാറും. അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും കോൺഗ്രസ് ജനങ്ങളോടൊപ്പം മാത്രമാണ്.